സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. സ്നേഹക്കൂട്ടിന്റെ കഥ ഇപ്പോൾ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും എന്ത് വേണോ സംഭവിക്കാം. അങ്ങനെ ഒരു മുഹൂർത്തങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇന്ദ്രനെ ഇതുവരെ പിടികൂടാനായിട്ട് സേതുവിനോ പല്ലവിക്കോ സാധിച്ചിട്ടില്ല. പക്ഷെ അത് ഇന്ദ്രൻ ഒരുപാട് ദൂരെയൊന്നുമല്ല, പല്ലവിയുടെയും സേതുവിന്റെയും കയ്യെത്ത ദൂരത്ത് തന്നെയാണ്. ഇന്ന് അവരെ ഇന്ദ്രനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് സേതുവും പല്ലവിയും. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് ഇപ്പോ സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനി ടീച്ചർ ഇന്ദ്രനെ വഴിക്ക് വെച്ച് കണ്ടു. പക്ഷേ ആനി ടീച്ചർ മിണ്ടാതെ നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ദ്രനെ പിടികൂടാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്ദ്രൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആനി ടീച്ചർ ഇന്ദ്രന്റെ അടുത്തേക്ക് പോയി ചോദിക്കുകയും ഉടനെ തന്നെ ഇന്ദ്രനെ കാര്യം പിടികിട്ടി അവിടെ നിന്ന് മുങ്ങുകയും ചെയ്തു. ഈ വിവരം പല്ലവിയെ ഉടനെ തന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ആനി ടീച്ചർ വിളിച്ചു വരുത്തി. അതിനുശേഷം സേതുവിന്റെ വീട്ടില്, നമ്മുടെ പൊന്നുമടത്തിലല്ല, ഹരിയൊക്കെ താമസിക്കുന്ന വീട്ടിലോട്ട് ചെന്നതിന് ശേഷം സേതുവും പല്ലവിയും അവിടേക്ക് വന്നു. അവിടെ വെച്ച് ആനി ടീച്ചർ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇന്ദ്രനെ കണ്ടിരുന്നു എന്നും ഇന്ദ്രൻ ഇവിടെ വെച്ചാണ് ഞാൻ കണ്ടതെന്നുള്ള സ്ഥലം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും സേതു ചോദിച്ച കാര്യം, ആനി ടീച്ചർ ഇന്ദ്രനെ കണ്ടു, പക്ഷെ ഇന്ദ്രൻ ആനി ടീച്ചറിനെ കണ്ടിരുന്നു. പക്ഷെ അതെ, കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സേതു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ദ്രൻ അവിടെ നിന്ന് മുങ്ങിയിരിക്കും. ഇനി എന്തായാലും ഞങ്ങളുടെ മുന്നിൽ ഒരു പ്ലാൻ ഉണ്ട്. ഇവിടെ പല്ലവിയുടെ വീട്ടില്, അതായത് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലുള്ള കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് നാഗപ്പാട്ടും കളമെഴുത്തും അമ്പലത്തിൽ ഒരു പൂജ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ എന്തായാലും ഇന്ദ്രൻ വരാതിരിക്കത്തില്ല. കുടുംബ പൂജ ആയതുകൊണ്ട് തന്നെ ഇന്ദ്രൻ ഉറപ്പായിട്ടും വരും. പക്ഷെ വേഷം മാറിയായിരിക്കും വരാൻ പോകുന്നത്. ഇന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, ആൾമാറാട്ടമായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും എനിക്കോ നിരഞ്ജന മേഡത്തിനോ ആ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ആ സ്പോട്ടിൽ ഇന്ദ്രൻ അവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പൊ പിന്നെ ഒരിക്കലും എനിക്കോ നിരഞ്ജന മേഡത്തിനോ കയറാൻ പറ്റത്തില്ല. പക്ഷെ പല്ലവി അകത്ത് കയറിയാൽ പോലും പല്ലവിക്ക് കൂട്ടായിട്ട് ഒരാളും കൂടി വേണം. ആനി ടീച്ചറിനെ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? അകത്ത് കയറിയതിന് ശേഷം എങ്ങനെയാണ് പ്ലാൻ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ അകത്ത് കയറിയതിനു ശേഷം ആനി ടീച്ചറിന് ഒന്ന് സഹായിക്കാൻ പറ്റും. ഇന്ദ്രൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഞങ്ങളെ വിവരം അറിയിച്ചാൽ ഞങ്ങൾ വന്ന് പിടികൂടാം എന്നൊക്കെ ടീച്ചർ പറഞ്ഞു. അത് പ്രകാരം തന്നെ ടീച്ചറും സമ്മതിച്ചു. ശരി, ഞാൻ വരാം. എനിക്ക് നിങ്ങളെ സഹായിക്കുന്നതില് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പൊ നിങ്ങളുടെ മാത്രമല്ല എന്റെയും കൂടി ആവശ്യമാണ് ഇന്ദ്രനെ കൂടുക എന്നുള്ളത് എന്നൊക്കെ ആനി ടീച്ചർ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇന്ദ്രനെ പിടികൂടാൻ വേണ്ടിയിട്ട് നിരഞ്ജന മേഡവും സേതുവും പല്ലവിയും നമ്മുടെ ആനി ടീച്ചറൊക്കെ കൂടി ശ്രമിക്കുന്നത്. അങ്ങനെ ആ ഒരു കളമെഴുത്തും പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇന്ദ്രൻ അവിടെ വരാനുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും. ഈ സമയത്ത് ഇന്ദ്രൻ ഒട്ടനെ തന്നെ രാജലക്ഷ്മിയെ ഫോൺ വിളിച്ചതിന് ശേഷം സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് സംസാരിച്ചതിന്റെ കൂട്ടത്തില് എനിക്കിനി ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റത്തില്ല, എനിക്കിനി ഇങ്ങനെ മാറി താമസിക്കാൻ പറ്റത്തില്ലെന്നും അതുകൊണ്ട് തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരട്ടെ. നമ്മൾ വിചാരിച്ചതുപോലെ പല്ലവി തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് എത്തിയല്ലോ, പിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ സംസാരിക്കുകയും, എന്നാൽ ഒരിക്കലും അവള് ഇവിടെ വന്നത് വേറൊന്നിനും കൊണ്ടല്ല, നിന്നെ ഈ വീട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പല്ലവി ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നതെന്നും നീ ഒരു പക്ഷേ ഇപ്പോ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ നിന്റെ പേരിൽ കേസ് എടുക്കും. ഇപ്പോ നമ്മുടെ കേസ് അത്യാവശ്യം ജയിച്ചു നിൽക്കുവാണ്. ഒരു പക്ഷെ നീ ഇപ്പൊ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് എഴുതാൻ പോകുന്നത് പല്ലവിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പല്ലവിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ മരിക്കുന്ന പോലെ അഭിനയിച്ചു, മറ്റുള്ളവരെ കബളിപ്പിച്ചു എന്നെങ്ങാനും പോലീസ് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല്ലവിക്കും കൂട്ടർക്കും ഹൈക്കോർട്ടില് നിനക്ക് ചെറുതായിട്ട് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് അവർക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഡിവോഴ്സ് ഈസി ആയിട്ട് പല്ലവിക്ക് കിട്ടും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഒറ്റ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, നീ ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല എന്നുകൂടി രാജലക്ഷ്മി പറഞ്ഞു. പുറത്തു വരണം, പക്ഷെ ഞാൻ പറയുന്ന സമയത്ത് അതിലൊരു സമയമുണ്ട്, ഒരു സമയം സന്ദർഭവും ഉണ്ട്. ആ സമയത്ത് മാത്രമേ നീ പുറത്തു വരാവൂ, അല്ലാതെ നീ ഒരിക്കലും പുറത്തു വരരുത് എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ശരിയാണ് എന്ന് തോന്നി. പക്ഷെ എനിക്ക് പല്ലവിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് രാജലക്ഷ്മി ഇന്ദ്രനോട് പറയുന്നത്, ഇന്ന് നമ്മുടെ അമ്പലത്തില് കാവിലെ പാട്ടും കളമെഴുത്തും ഒക്കെ ഒരു പൂജ നടക്കുന്നുണ്ട്. നമ്മുടെ കുടുംബക്കാർ മാത്രമായിട്ട് പങ്കെടുക്കുന്ന പൂജയാണ്.
അതിൽ നീയും പങ്കെടുക്കണം. നീ ഒരിക്കലും നീ ഈ ഒരു വേഷത്തിൽ വരരുത്. നീ ഒരു ആൾമാറാട്ടം ചെയ്ത് നീ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിനക്ക് പല്ലവിയെ കാണാനായിട്ട് പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് രാജലക്ഷ്മി പറഞ്ഞു. അതുപോലെ തന്നെ ചെയ്യാമെന്ന് ഇന്ദ്രനും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അച്ചുവിന് നല്ല സങ്കടമുണ്ട്. ആ വീട്ടിൽ നിന്നും എല്ലാവരെയും പിരിഞ്ഞു പോകുന്നതിൽ അച്ചുവിന് നല്ല സങ്കടമുണ്ട്. ആ സങ്കടം അച്ചു അമ്മയോടും എല്ലാവരോടും പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ആ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്, ഇന്ദ്രനെ പിടികൂടാനുള്ള വെയിറ്റിംഗിലാണ്. ഈ സമയത്ത് നമ്മുടെ പല്ലവി തിരിച്ച് വീട്ടിലോട്ട് എത്തിയ സമയത്ത് തന്നെ രാജലക്ഷ്മിയും പല്ലവിയും കൂടി സംസാരിക്കുമ്പോൾ പല്ലവിയോട് പറയുവാണ്, നിനക്ക് ഇങ്ങനെ തോന്നിവാസം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടക്കാനായിട്ട് പറ്റത്തില്ലെന്നും ഇങ്ങനെ നടക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയും പല്ലവിയും കൂടി അടിയുണ്ടാക്കി. അവസാനം രാജലക്ഷ്മി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നിനക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നീ ആ ഒരു ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പുവെക്കണം. നിനക്ക് ഡിവോഴ്സ് നീ പിൻവലിക്കണം. ഡിവോഴ്സ് പിൻവലിച്ച് നീ തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് ഇവിടെ നിൽക്കാം. നീ അങ്ങനെയല്ലേ പറഞ്ഞത്, ഞാൻ ഡിവോഴ്സ് എല്ലാം പിൻവലിക്കാം, എനിക്കിവിടെ നിൽക്കാനായിട്ട് താല്പര്യമുണ്ട്, ഞാൻ ഡിവോഴ്സ് പിൻവലിക്കാം എന്നല്ലേ നീ പറഞ്ഞത്. അപ്പൊ പിന്നെ ഡിവോഴ്സ് പിൻവലിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് രാജലക്ഷ്മി പറയുകയും, എന്നാൽ ഞാൻ ഡിവോഴ്സ് പിൻവലിക്കാം, പക്ഷേ നിങ്ങൾ ഇന്ദ്രനെ കാണാനില്ല എന്ന് പറഞ്ഞു കൊടുത്ത കേസ് പിൻവലിക്കണം എന്ന് രാജലക്ഷ്മിയോട് പല്ലവിയും ആവശ്യപ്പെട്ടു. ശരി, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം, കേസ് പിൻവലിക്കാം, പക്ഷെ നീ ഡിവോഴ്സ് പിൻവലിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി, ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ റദ്ദാക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ആയി. പക്ഷെ പല്ലവിക്ക് അറിയാം, ഇന്ന് കളമെഴുത്ത് പാട്ട് നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇന്ദ്രൻ അവിടെ വരും. ഇപ്പോ ഇന്ദ്രനെ പിടികൂടാൻ പറ്റിക്കഴിഞ്ഞാൽ തനിക്ക് എന്നേക്കുമായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു മോചനം തന്നെയായിരിക്കും, ഒരു വഴി തന്നെയായിരിക്കും ഇത് എന്ന് പല്ലവിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അങ്ങനെയാണ് പല്ലവിയും ഒരു ആത്മവിശ്വാസത്തോടു കൂടി രാജലക്ഷ്മിയോട് വെല്ലുവിളിച്ചത്. ഈ സമയത്ത് വിശ്വയും പിന്നെ മുത്തശ്ശിയും കൂടി അമ്പലത്തിൽ പോയതിനു ശേഷം വന്നു. ആ ചടങ്ങും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി, ഇനി നമ്മൾ ചെന്നാൽ മാത്രം മതി, ബാക്കി ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി എന്ന് വിശ്വ പറയുവാണ് വൈകുന്നേരത്തെ പൂജയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ പല്ലവിയോടും പറഞ്ഞു, പല്ലവിയും വരണം, നീയും വരണം, നീയും ഈ വീട്ടിലെ അംഗമാണ്, അപ്പൊ നീയും കൂടി ഈ ചടങ്ങിന് വരണം എന്ന് പറഞ്ഞിരിക്കുവാണ്. വൈകുന്നേരം എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് അമ്പലത്തിലെത്തി എല്ലാവരും കൂടി വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ പല്ലവി ഇന്ദ്രന്റെ തലയടിച്ച് പൊട്ടിച്ചു പോയ കാര്യവും, പിന്നെ ഇന്ദ്രൻ മരിക്കാൻ ശ്രമിച്ചു, പല്ലവി തള്ളിയിട്ട് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ കേട്ടതിന് ശേഷം രാജലക്ഷ്മിയോട് പല്ലവിയെ പറ്റിയും ഇന്ദ്രനെ പറ്റിയൊക്കെ ഓരോരുത്തരെ കുത്തി ചോദിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം അസത്യമാണെന്നും പല്ലവി ഒരിക്കലും വീട് വിട്ട് ഇറങ്ങി പോയിട്ടില്ല, ഡിവോഴ്സ് പെറ്റീഷനിൽ കേസ് കൊടുത്തിട്ടില്ല, ഇന്ദ്രൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോയതാണ്, അല്ലാതെ ഇന്ദ്രനും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ് രാജലക്ഷ്മി മറ്റുള്ളവരെ പറഞ്ഞ് ബോധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ചടങ്ങ് തുടങ്ങി, ആ ഒരു കളമെഴുത്തും പാട്ടും ഒക്കെ തുടങ്ങിയിരിക്കുവാണ്. ഈ സമയത്ത് സേതുവിനെ ആനി ടീച്ചർ പോയി കണ്ടു. സേതു ഒരു ഇയർ പാഡ് കൊടുത്തു, അത് ടീച്ചർ ചെവിയിൽ വെച്ചിരുന്നാൽ മതി. ഇന്ദ്രൻ വന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ ആനി ടീച്ചർ പതുക്കെ ഒന്ന് പറഞ്ഞാൽ പോലും എനിക്ക് നല്ലതുപോലെ കേൾക്കാനായിട്ട് സാധിക്കും, ഞാനും ഇയർപോഡ് വെച്ചിരിക്കാം, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വെയിറ്റിംഗിലാണ്, ഇന്ദ്രൻ എന്റെ വരവിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.